ഫ്രണ്ട്സ്, നമ്മുടെ ചെന്നൈ പോർട്ട് അതോറിറ്റിയുടെ ഒരു കമ്പനി ആയിട്ടുള്ള കാമരാജ് പോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നമ്മുടെ കേരളത്തിലേക്ക് എക്സാം സെൻറ്റർ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. 2 കാറ്റഗറി പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഒന്ന് ജൂനിയർ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റും വിളിച്ചിട്ടുണ്ട്, ജൂനിയർ അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ, ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ കണ്ട ജോയിൻ ചെയ്ത മെമ്പേഴ്സ് കാണാൻ നിങ്ങൾക്ക്, അതുപോലെ നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും. സബ്സ്ക്രൈബ് ബട്ടൻ്റെ സമീപത്ത് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ ഭാഗമാകാം. അതോടൊപ്പം നമ്മുടെ ചാനലിന് സപ്പോർട്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെമ്പേഴ്സ് ഓൺലി വീഡിയോസും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത്രയും വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ യൂട്യൂബിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലോയൽറ്റി ബാഡ്ജ് അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 2 കാറ്റഗറി പോസ്റ്റ് വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. യാതൊരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. കണ്ടോടെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എനി ഗ്രാജുവേഷൻ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പെർമനൻറ്റ് വേക്കൻസി ആണ് കേട്ടോ. ഓക്കെ, ഇനി ജൂനിയർ അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് BCom ഫസ്റ്റ് ക്ലാസ്സോടുകൂടി BCom, അതായത് ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ മിനിമം 60% മുകളിലോ മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് BCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വേക്കൻസിയാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് പെർമനൻറ്റ് വേക്കൻസിയാണ്. ജൂനിയർ അസിസ്റ്റൻറ്റ് എനി ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ടൻറ്റ് ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി BCom കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. ഇനി നമുക്കിതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 27/2/2026 മുതൽ നിങ്ങൾക്ക് മാർച്ച് 28 വരെ ഇതിൻ്റെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്പർ ഓഫ് വേക്കൻസി കാര്യങ്ങളും ഇതിൻ്റെ പേ സ്കെയിൽ നോക്കാം. വളരെ ലിമിറ്റഡ് വേക്കൻസിയാണ്. നമ്മൾ ഒരുപാട് വേക്കൻസി വരട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ പല നോട്ടിഫിക്കേഷനും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കയറി നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മളിവിടെ വീഡിയോസിനുള്ള സെലക്ട് ചെയ്താൽ പല കാറ്റഗറി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ ഇതുണ്ടോ, നിങ്ങൾക്ക് ഇതാ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. അതുപോലെ തന്നെ IIM കോഴിക്കോട്, അതുപോലെ തന്നെ HPCL, NCRA, അതുപോലെ തന്നെ HLL മാനേജ്മെൻറ്റ് ട്രെയിനി, ഇങ്ങനെ പല കാറ്റഗറി വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം. വെറുതെ നമ്മൾ അപ്ലൈ ചെയ്തിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ നിരന്തരം എന്ത് ചെയ്യണം, അതിനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ഇത്തരം എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഈ എക്സാം എഴുതിയിട്ട് നമുക്ക് ലഭിക്കും. കാരണം നമുക്കത് അതിൻ്റെ ആ ഒരു എക്സാമിനെ കുറിച്ച് മനസ്സിലാവുകയും അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പറേഷനിലൊക്കെ മാറ്റങ്ങൾ വരുത്തി നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വേക്കൻസി വരട്ടെന്ന് വിചാരിച്ച് നിൽക്കരുത് എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. വേക്കൻസി ഒക്കെ വളരെ കുറവാണ്, പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 25,250 മുതൽ 50,500 അതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. ടോട്ടൽ 11 വേക്കൻസിയാണ്. അതിൽ 6 വേക്കൻസി ജനറൽ, 2 വേക്കൻസി OBC, 2 വേക്കൻസി EWS, 1 വേക്കൻസി SCക്ക് ഉണ്ട്. STക്ക് റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിൽ അവർക്ക് ഈ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ ജൂനിയർ അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 25 സെയിം പേ സ്കെയിലാണ്. 3 വേക്കൻസിയാണ് ടോട്ടൽ. 3-ൽ 2 വേക്കൻസിയും ജനറൽ വേക്കൻസിയാണ്. ഏത് കാൻഡിഡേറ്റ്സിനും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ല OBCക്ക് ഒരു വേക്കൻസി, റിസർവ്ഡ് വേക്കൻസി ഉണ്ട്. അപ്പോൾ EWS, SCക്ക് വേക്കൻസിക്കൊക്കെ ഈ 2 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്രയാണ് അതിൻ്റെ വേക്കൻസി കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞു, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് പറഞ്ഞു. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് ആണ്. ഈ 2 കാറ്റഗറി പോസ്റ്റിലേക്കും, അതായത് ജൂനിയർ അസിസ്റ്റൻ്റ് ആണെങ്കിലും അക്കൗണ്ടൻ്റ് ആണെങ്കിലും 27/2/2026 കണക്കാക്കി നിങ്ങൾക്ക് മാക്സിമം 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 30 വയസ്സ് വരെ, 18 മുതൽ 30 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC NCL ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നിലവിലെ PSU അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. എക്സ് സർവീസ്മാനും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ PWD കാൻഡിഡേറ്റ്സിന് സ്യൂട്ടബിൾ ആയുള്ള പോസ്റ്റുകളും ഉണ്ട് ഇതിൽ കേട്ടോ. ഓക്കെ, ഇനി ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. വലിയൊരു എമൗണ്ട് ഒന്നും അപേക്ഷാ ഫീസ് ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സിന് ഒരു 200 രൂപ അപേക്ഷാ ഫീസ് വരും. OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 150 വരുന്നുള്ളൂ. അതുപോലെ SC/ST ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. ഓക്കെ, നിങ്ങൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നിങ്ങൾ ജനറൽ ആണെങ്കിലും ഇനി ഏത് കാറ്റഗറിയിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് 100 രൂപ മതി. അതുപോലെ SC/ST കാൻഡിഡേറ്റ്സിന് 100 മതി. ഈ എക്സ് സർവീസ്മാൻ ആൻഡ് PWD കാൻഡിഡേറ്റ്സിന് യാതൊരു PWD എന്ന് പറഞ്ഞാൽ ശാരീരികമായ പ്രശ്നങ്ങൾ, ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണ്. അവർക്ക് യാതൊരു ഫീസും വേണ്ട. ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഫീ ഒക്കെ ഓൺലൈനായിട്ട് തന്നെയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ സ്കീമും സിലബസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഗ്രാമർ 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റി അതിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ട് 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, ലോജിക്കൽ റീസണിങ് 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്, GK 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്, ദെൻ കമ്പ്യൂട്ടർ നോളജ് ഓഫീസ് ഓട്ടോമേഷൻ ഒക്കെ 30 മാർക്ക്, 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, ഇങ്ങനെ 120 ക്വസ്റ്റ്യൻ 120 മാർക്കിനുള്ള എക്സാം ഉണ്ടായിരിക്കുക. എക്സാമിൻ്റെ അടിസ്ഥാനത്തിലുള്ള പെർഫോമൻസ് അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ ഇതിൽ ലാംഗ്വേജ് ഗ്രാമറിന് 25 മാർക്ക് 25 ക്വസ്റ്റ്യൻ, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ 6 ക്വസ്റ്റ്യൻ 6 മാർക്ക്, പിന്നെ നിങ്ങൾക്ക് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ 10 ക്വസ്റ്റ്യൻ 10 മാർക്ക്, പിന്നെ ഫൈനാൻസ് മാനേജ്മെൻറ്റ് 10 ക്വസ്റ്റ്യൻ 10 മാർക്ക്, ഇൻകം ടാക്സ് 10 ക്വസ്റ്റ്യൻ 10 മാർക്ക്, GSTയിൽ 10, അതുപോലെ ബിസിനസ് ലോസ്, അതുപോലെ ഇക്കണോമിക്സ് ഇതിലൊക്കെ 4 ക്വസ്റ്റ്യൻ 4 മാർക്ക്, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം 10 ക്വസ്റ്റ്യൻ 10 മാർക്ക്, പിന്നെ ജനറൽ ഫൈനാൻസ് ആൻഡ് PSU ഓപ്പറേഷൻസ് ഇതിൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ 5 മാർക്ക്, 120 ക്വസ്റ്റ്യൻ 120 മാർക്ക്. അപ്പോൾ ഇതിനൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഈ സിലബസ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി എക്സാമിനേഷൻ ഡേറ്റും സെൻറ്ററും. ഇതിൻ്റെ എക്സാമിനേഷൻ നടക്കാൻ സാധ്യത ഏപ്രിലിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ മെയ് മാസങ്ങളിലോ ആയിരിക്കും. അത് ഏകദേശ മന്താണ് കൊടുത്തത്, അതിൽ മാറ്റങ്ങളൊക്കെ വരാം. ഓക്കെ, പിന്നെ സെൻറ്റർ വരുന്നത് നമുക്ക് ഏകദേശം സെൻറ്ററുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ചെന്നൈ ഉണ്ട് ഇവിടെ കാണാം, പിന്നെ ബാംഗ്ലൂർ ഉണ്ട്, ഇവിടെ കൊൽക്കത്ത ന്യൂഡൽഹി ഒക്കെ ഉണ്ട്. അതല്ല നമ്മൾ നിയർ ആയിട്ടുള്ളതാണ് പറയുന്നത്. പിന്നെ കേരളത്തിൽ തിരുവനന്തപുരം എക്സാം സെൻറ്റർ ഉണ്ട് കേട്ടോ, തിരുവനന്തപുരം. പിന്നെ കോയമ്പത്തൂർ ഉണ്ട് നമുക്ക് അടുത്തായിട്ട്, പിന്നെ തിരുനെൽവേലി അതുപോലെ ബാംഗ്ലൂർ ഒക്കെ ഉണ്ട്. അവിടെ എവിടെ വേണമെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ SC/ST OBC ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിൻ്റെ തിറങ്ങി കാറ്റഗറി സർട്ടിഫിക്കറ്റ് വാലിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, റിസർവേഷൻ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ ലിങ്ക് തരും. അതിൽ നിങ്ങൾ കാമരാജ നിങ്ങൾക്കൂടെ കാണാം, പോർട്ട് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴോട്ട് വരാം. ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിലും കൂടെ കാണാം. നോട്ടിഫിക്കേഷൻ എന്നാണ്. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോമിൻ്റെ നേരെ ഉള്ള ലിങ്കിൽ ഇതാ ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതാ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയി വരും. ഇതാ കാമരാജ പോർട്ട് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മളിതാ 3 ഐക്കൺ കാണാം. ഒന്ന് രജിസ്ട്രേഷനാണ്, ഒരു ഓറഞ്ച് കളറ്, പിന്നെ ഒരു ബ്ലൂ കളറോടെ ലോഗിൻ കാണാം, പിന്നെ റെഡ് കളർ നിങ്ങൾക്ക് അക്കൗണ്ട് റിക്കവർ ചെയ്യാനാണ്, അതായത് പാസ്വേഡ് ഒക്കെ മറന്നു പോയുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഫുൾ നെയിം, നമ്മുടെ മെയിൽ ID മൊബൈൽ നമ്പർ ഇതൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. പിന്നീട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് രണ്ടാമത്തത്. ഓക്കെ, അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ഉണ്ട് ചെയ്യുക, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്ത വിദ്യാർത്ഥികൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.